ഹലോ, ഏവർക്കും ടോസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ 2025 ഫെബ്രുവരിയിൽ കണ്ടക്ട് ചെയ്ത സെറ്റ് എക്സാമിൻ്റെ ആൻസർ കീ നമ്മുടെ ഒഫീഷ്യൽ സൈറ്റിൽ LBSൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ കഴിഞ്ഞ ദിവസം പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആൻസർ കീ നോക്കിക്കഴിഞ്ഞപ്പോൾ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ചലഞ്ച് ചെയ്യാവുന്നതായിട്ട് കണ്ടു. അപ്പോൾ നമുക്ക് ഏതൊക്കെ ക്വസ്റ്റ്യനാണ് ചലഞ്ച് ചെയ്യാൻ പറ്റുന്നത് എന്ന് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നോക്കി, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡയമെൻഷൻ ഓഫ് ദ സബ് സ്പേസ് W ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നോക്കിയത് R3യിലെ ഒരു എലമെൻ്റാണ്, കാരണം ഓർഡേർഡ് ട്രിപ്ലറ്റ് ആണ് XYZ അല്ലേ. R3യിലെ ഒരു എലമെൻ്റാണ്. സച്ച് ദാറ്റ് ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് 2x + 2y + z = 0, പിന്നെ 3x + 3y - 2z = 0, പിന്നെ x + y - 3z = 0 ഓഫ് R3 അല്ലേ. അപ്പോൾ നമുക്കിത് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡയമെൻഷൻ ഓഫ് എ സൊല്യൂഷൻ സ്പേസ് എന്ന് പറയുന്നത് n - റാങ്ക് ഓഫ് എ ആണ് വരുന്നത്. പക്ഷേ ഇവിടെ n എന്ന് പറയുന്നത് 3 ആയിട്ടാണ് എടുക്കേണ്ടത്, കാരണം ഇത് R3യിലെ എലമെൻ്റ് ആയതുകൊണ്ട് n എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഇനി റാങ്ക് ഓഫ് എ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന ഈ ഇക്വേഷൻസിന് നമ്മൾ വെക്ടർ ഫോമിൽ എഴുതുവാണ്, അല്ലെങ്കിൽ മെട്രിക്സ് ഫോമിൽ എഴുതുവാണ്. 2 2 1 3 3 -2 പിന്നെ 1 1 -3. അപ്പോൾ മെട്രിക്സ് ഫോമിൽ എഴുതുമ്പോൾ ഈ രീതിയിലായിരിക്കും വരുന്നത്. പക്ഷേ ഇതിൻ്റെ റാങ്ക് കണ്ടു കഴിയുമ്പോൾ നമുക്ക് 2 ആയിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ n - റാങ്ക് ഓഫ് എ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ആൻസർ 1 ആയിട്ടാണ് വരുന്നത്. പക്ഷേ ഇവിടെ നമ്മുടെ ആൻസർ കീയിൽ കൊടുത്തിരിക്കുന്ന ആൻസർ ഓപ്ഷൻ C എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചലഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ലെറ്റ് R be the relation on the set Z defined by R = set of ordered pair AB എന്നായിരുന്നു അവിടെ വരേണ്ടത്. പക്ഷേ ഇവിടെ A+B എന്നാണ് ഉള്ളത്. ഒരു ചെറിയ പ്രിൻ്റ് മിസ്റ്റേക്ക് വന്നേക്കുന്നതായിരിക്കും. സച്ച് ദാറ്റ് A² + B² ഈസ് ഈവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതാണ് ട്രൂ എന്നാണ്. അപ്പോൾ ഇവിടെയും ഓപ്ഷൻ B ആണ് റൈറ്റ് എന്നാണ് ഈ ആൻസർ കീയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏതാണെന്ന് നോക്കാം. ഇവിടെ നോക്കി, AB എലമെൻറ്റ് ഓഫ് R ആൻഡ് BC എലമെൻറ്റ് ഓഫ് R ആണെങ്കിൽ AC എലമെൻറ്റ് ഓഫ് R എന്ന് പറയുന്നതാണ് നമ്മുടെ ട്രാൻസിറ്റീവിൻ്റെ കണ്ടീഷൻ എന്ന് വരുന്നത്. അതായത് AB എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ Rലുണ്ട്, BC എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ Rലുണ്ട്. അങ്ങനെയാണെങ്കിൽ AC Rലുണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് AC Rലുണ്ടോ എന്ന് നോക്കാം. നോക്കി, AB Rലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ഇവിടെ പറഞ്ഞിട്ടുണ്ട് A² + B² ഈവൻ നമ്പർ ആയിരിക്കണം. അതായത് A² + B² എന്ന് പറയുന്നത് ഇവിടെ 2k ആയിരിക്കുമെന്ന് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ BC Rലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ B² + C² ഒരു ഈവൻ നമ്പർ ആയിരിക്കണം. ദാറ്റ് ഈസ് B² + C² എന്ന് പറയുന്നത് 2m എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തു. അപ്പോൾ നമുക്ക് ഈ കിട്ടിയ രണ്ട് ഇക്വേഷനും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുവാണ്. ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ രീതിയിലായിരിക്കും വരുന്നത്. A² + 2B² + C² = 2 × k + m എന്ന് വരും. ഈ 2B² ഇപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് A² + C² = 2 × എന്ന് പറഞ്ഞുകൊണ്ട് വരും. 2 × ഒരു ഏത് നമ്പർ എന്ന് വന്നാലും അതൊരു ഈവൻ നമ്പർ ആയിരിക്കുമല്ലോ, കാരണം ഇവിടെ k എന്ന് പറയുന്നതും m എന്ന് പറയുന്നതും എല്ലാം ഇൻറ്റിജേഴ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് 2 × ഈ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻറ്റിജർ ആയിരിക്കും. അതായത് A² + C² എന്ന് പറയുന്ന ഒരു ഈവൻ നമ്പർ ആയിരിക്കും. അതായത് ഓർഡേർഡ് പെയർ AC എന്ന് പറയുന്നത് ഈ പറയുന്ന Rലുള്ള ഒരു എലമെൻ്റ് ആയിരിക്കും. അതായത് AB Rലുണ്ട്, BC Rലുണ്ട്, ദാറ്റ് ഇംപ്ലൈസ് AC Rലുണ്ട് എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഇറ്റ്സ് എ ട്രാൻസിറ്റീവ് റിലേഷനാണ്. അതായത് ഇപ്പോൾ ഇത് ട്രാൻസിറ്റീവ് മാത്രമല്ല വരുന്നത്, ഇതൊരു റിഫ്ലക്സീവുമാണ്, അതുപോലെ തന്നെ സിമെട്രിക്കുമാണ്. അത് നമുക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടും. അതായത് ഇപ്പം സിമെട്രിയുടെ നോക്കി, അതായത് ഓർഡേർഡ് പെയർ AB Rലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്കറിയാലോ, A² + B² ഈവൻ നമ്പർ ആണ് എന്നാണ്, = ഈവൻ നമ്പർ എന്നാണ്. അപ്പോൾ ഓർഡേർഡ് പെയർ BA ഉണ്ടെങ്കിലോ B² + A² നോക്കി, അതും ഒരു ഈവൻ നമ്പർ ആയിരിക്കില്ല. A² + B² ഈവൻ നമ്പർ ആണെങ്കിൽ B² + A² ഈവൻ നമ്പർ ആയിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും ആ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓർഡേർഡ് പെയർ AAയും നമുക്ക് അതിനകത്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ R എന്ന് പറയുന്ന ഒരു ഈക്വലൻസ് റിലേഷനാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ പറയുന്ന ഇവിടെ ഓർഡേർഡ് പെയർ A, B എന്നായിരുന്നു വരേണ്ടത്. പക്ഷേ ഇവിടെ A+B എന്നാണ്. ഒരു ചെറിയ പ്രിൻ്റ് മിസ്റ്റേക്കും ഈ പറഞ്ഞ ക്വസ്റ്റ്യനകത്തുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം മാക്സിമം ചലഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇപ്പം ഇതിൽ 1-2 ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതായിട്ടുണ്ട്. അപ്പം അങ്ങനെ എങ്ങാനും ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് നമ്മുടെ കട്ട് ഓഫ് മാർക്ക്
റെഡ്യൂസ് ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് പറ്റുന്ന, അതായത് റോങ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ചാലഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഓപ്ഷൻസ് മാറി വന്നേക്കുന്ന സംഭവങ്ങളും ഉണ്ട്. നോക്കി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എഫ് ഫ്രം ആർ ടു ആർ. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ പറഞ്ഞിട്ടുണ്ട്, ഇ റേസ് ടു എക്സ് പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇതിലേതാണ് ട്രൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ആൻസർ, നമ്മുടെ കീയിൽ കൊടുത്തിരിക്കുന്ന ആൻസർ എഫ് ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് എന്നാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഗ്രാഫ് വരച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നുണ്ടോ, ഇതുപോലെയാണ് വരുന്നത്. അതായത് ഇവിടെ ഇതാണ് അതിൻ്റെ ഈ പരാബോളയുടെ വെർട്ടെക്സ് ആയിട്ട് വരുന്നത്. വെർട്ടെക്സിൻ്റെ റൈറ്റ് സൈഡിലോട്ട് മാത്രമാണ് ഈ പറയുന്ന ഫംഗ്ഷൻ ഇൻക്രീസിങ് എന്ന് പറയുന്നത്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് അല്ലെങ്കിൽ ലെഫ്റ്റ് ഇൻ്റർവെല്ലിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡിക്രീസിങ് ഫംഗ്ഷനാണ്. അപ്പോൾ നമുക്ക് എഫ് ഈസ് ഫുള്ളി അല്ലെ ഫുൾ ഇൻ്റർവെല്ലിലും സ്ട്രിക്ട്ലി ഇൻക്രീസിങ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ഇവിടെ ഒരു പർട്ടിക്കുലർ ഇൻ്റർവെല്ലൊന്നും എടുത്ത് ചോദിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ഫംഗ്ഷൻ മൊത്തമായിട്ട് എടുത്ത് നോക്കിക്കഴിയുമ്പോൾ ഇത് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എഫ് ഈസ് ബോത്ത് ഇൻക്രീസിങ്ങുമാണ് അതുപോലെ തന്നെ ഡിക്രീസിങ്ങുമാണ്. അപ്പോൾ അവിടെ ഡിക്രീസിങ് വരുന്ന ഇൻ്റർവെൽ എന്ന് പറയുന്നത് ഈ പറയുന്ന ഇതിൻ്റെ വെർട്ടെക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് വരുന്ന ആ ഇൻ്റർവെല്ലിൽ ഈ പറയുന്ന ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. ആ വെർട്ടെക്സിൻ്റെ റൈറ്റ് സൈഡിലോട്ട് വരുന്ന ഇൻ്റർവെൽ എടുക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ഈ പറയുന്ന ഫംഗ്ഷൻ ഇൻക്രീസിങ്ങും ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എഫ് ഫ്രം ഇസഡ് ടു എൻ. ഓക്കെ, ഇവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. ഇത് എന്ത് ടൈപ്പ് ഫംഗ്ഷനാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ആക്ച്വലി ഇതൊരു ഫംഗ്ഷൻ തന്നെയല്ല, കാരണം ഇവിടെ എഫ് ഫ്രം ഇസഡ് ടു എൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു റിലേഷൻ ഫംഗ്ഷൻ ആകാനുള്ള കണ്ടീഷൻ എന്തായിരുന്നു? ഇപ്പോൾ ഇസഡ് ടു എൻ ആണ് ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊരു ഫംഗ്ഷൻ ആകണമെങ്കിൽ ഇസഡിൽ ഏതൊരു എലമെൻ്റ് എടുത്താലും അതിനൊരു ഇമേജ് എന്നിലുണ്ടായിരിക്കണം. പക്ഷേ ഇവിടെ 0 എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ഇസഡിലുണ്ട്, പക്ഷേ 0ക്ക് നമുക്കൊരു ഇമേജ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. സോ ഇറ്റ് ഈസ് നോട്ട് എ ഫംഗ്ഷനാണ്. അപ്പോൾ ഫംഗ്ഷൻ ആണെങ്കിലാണ് പിന്നെ നമുക്ക് 1 1 1 2 ഒക്കെ നോക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഇതൊരു ഫംഗ്ഷൻ തന്നെയല്ല. സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യാൻ ഉള്ള ഓപ്ഷൻ കൊടുക്കാൻ പറ്റും, കാരണം ഇതൊരു ഫംഗ്ഷൻ തന്നെയല്ല. ഫംഗ്ഷൻ ആണെങ്കിലാണ് നമുക്ക് 1 1 1 2 ഒക്കെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഡിലീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് പി ഈസ് എ പ്രൈം ദെൻ ബൈ ഫെർമാസ് തിയറം ഇതിലേത് ഓപ്ഷനാണ് കറക്റ്റ് എന്നാണ് നമ്മുടെ ആൻസർ കീ പ്രകാരം. ഇത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. പക്ഷേ നമുക്ക് ഫെർമാസ് തിയറം പറയുന്നത് എന്താണ്? എ റേസ് ടു പി ഈസ് കോൺഗ്രുവൻറ്റ് ടു എ മോഡ് പി എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ എ റേസ് ടു പി മൈനസ് 1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് പി എന്നും പറയുന്നുണ്ട്. ഇത് രണ്ടും ഫെർമാസ് തിയറം തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് ഇത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇവിടെ ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും രണ്ടും കറക്റ്റ് ആൻസറാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ സി എഴുതിയവർക്കും മാർക്ക് കിട്ടും, അതുപോലെ തന്നെ ഓപ്ഷൻ ഡി എഴുതിയവർക്കും അല്ലെങ്കിൽ ഓപ്ഷൻ ഡി ബബിൾ ചെയ്തവർക്കും മാർക്ക് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഈ പറയുന്ന ഫെർമാസ് തിയറം ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ക്വസ്റ്റ്യൻ. അപ്പം ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചലഞ്ച് ചെയ്യാൻ കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ വൈ സ്ക്വയർ ഇത് എലിപ്റ്റിക് ആണോ പാരാബോളിക് ആണോ ഹൈപ്പർബോളിക് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. അതായത് സ്റ്റാൻഡേർഡ് ഫോം എന്തായിരുന്നു? ആർ ആർ പ്ലസ് എസ് എസ് പ്ലസ് ടി ടി അല്ലേ, പ്ലസ് എഫ് ഓഫ് എക്സ് വൈ സെഡ് പി ക്യൂ എന്നുണ്ട്, പ്ലസ് എഫ് ഓഫ് എക്സ് വൈ സെഡ് പി ക്യൂ ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം. അപ്പോൾ ഇതുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് 1 ആണ്, എസ് എന്ന് പറയുന്നത് 0 ആണ്, ടി എന്ന് പറയുന്നതും 1 ആണ്. അപ്പോൾ ഇത് പാരാബോളിക് ആണോ എലിപ്റ്റിക് ആണോ ഹൈപ്പർബോളിക് ആണോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ എസ് സ്ക്വയർ മൈനസ് 4RTയുടെ വാല്യൂ ആണ് നോക്കുന്നത്. എസ് സ്ക്വയർ മൈനസ് 4RTയുടെ വാല്യൂ ഇവിടെ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് -4 എന്നാണ് വരുന്നത്, വിച്ച് ഈസ് ലെസ് ദാൻ 0 ആണ്. അപ്പോൾ നമുക്കറിയാമല്ലോ എസ് സ്ക്വയർ മൈനസ് 4RTയുടെ വാല്യൂ ലെസ് ദാൻ 0 വന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ എലിപ്റ്റിക് ആയിരിക്കും. പക്ഷേ ഇവിടെ കീക്കകത്ത് ഹൈപ്പർബോളിക് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഹൈപ്പർബോളിക് ആകണമെങ്കിൽ എസ് സ്ക്വയർ മൈനസ് 4RTയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 വന്നാലാണ് പറ്റുള്ളൂ. അതായത് ഇവിടെ ഇപ്പോൾ ഒരു ചെറിയ മാറ്റം വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ഹൈപ്പർബോളിക് ആയാലും ചിലപ്പോൾ എസ് സ്ക്വയർ അതായത് ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് സ്ക്വയർ മൈനസ് ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ വൈ സ്ക്വയർ വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ അത് ഹൈപ്പർബോളിക് ആയാലേ ആവില്ലേ. കാരണം ഇവിടെ ടിയുടെ വാല്യൂ മൈനസ് വന്നിട്ടുണ്ടെങ്കിൽ അത് രണ്ടും കൂടി പോസിറ്റീവ് ആയിക്കോളും. അപ്പോൾ അതുകൊണ്ട് ഇത് ശരിക്കും ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസറായിട്ട് വരേണ്ടത്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് നോമുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യനാണ്. നമുക്ക് നോം ഓഫ് എക്സ് മൈനസ് വൈ
വിത്ത് നോം പി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ നോക്കി നോം എക്സിൻ്റെ ഫോർമുല ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിഗ്മ n ഈക്വൽ ടു 1 to n മോഡുലസ് ഓഫ് എക്സ് എൻ ദ ഹോൾ റേസ് ടു പി ദ ഹോൾ റേസ് ടു 1/p എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് നോം എക്സ് മൈനസ് വൈയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നോം എക്സ് മൈനസ് വൈ എന്ന് പറയുമ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ ഇവിടെ അറിയാം. എക്സ് എന്ന് പറയുന്നത് ഒരു n ഡയമെൻഷണൽ വെക്ടറാണ്. അതുപോലെ തന്നെ y എന്ന് പറയുന്നത് 0 1 0 0 0 എന്ന് പറഞ്ഞ ഫോമിലുള്ള ഒരു വെക്ടറാണ്. അപ്പോൾ നമ്മൾ എക്സ് മൈനസ് വൈ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഫോമിലാണ് നമുക്ക് കിട്ടുന്നത്. ഇത് കണ്ടോ, 1 - 1 0 0 0 0 എന്ന് പറഞ്ഞ ഫോമിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിലൊന്ന് എക്സ്പാൻഡ് അല്ലെങ്കിൽ ഒന്ന് ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മോഡുലസ് ഓഫ് 1 റേസ് ടു പി പ്ലസ് മോഡുലസ് ഓഫ് -1 റേസ് ടു പി ദ ഹോൾ റേസ് ടു 1/p ആണ് വരുന്നത്. ഈ 1 റേസ് ടു പി എന്ന് പറയുന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ 1 റേസ് ടു ഏത് നമ്പർ വന്നാലും 1 ആണല്ലോ വരുന്നത്. അപ്പോൾ അത് 1 + 1 എന്ന് വരും. ദാറ്റ് ഈസ് 2 റേസ് ടു 1/p എന്നാണ് വരുന്നത്. പക്ഷേ നമ്മളുടെ കീക്കകത്ത് 2 റേസ് ടു p എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, വൺ മോർ ക്വസ്റ്റ്യൻ. ഇഫ് ഇ ഈസ് ആൻ ഓർത്തോനോർമൽ സബ്സെറ്റ് ആണ് എങ്കിൽ നമുക്ക് നോം ഓഫ് u - v ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെയും നമുക്ക് നോം എക്സിൻ്റെ ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്. ഇൻ ദ ഇന്നർ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നോം എക്സ് എന്ന് പറയുന്നത് നോക്കി ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് എക്സ് ഹോൾ റേസ് ടു 1/2 എന്ന് പറയുന്നതാണ് ഫോർമുല. പക്ഷേ ഇവിടെയും നോം ഓഫ് എക്സ് മൈനസ് വൈ അല്ലെങ്കിൽ u - v ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് ഇപ്പോൾ ഇവിടെ എക്സ് വെച്ചിട്ട് ചെയ്തേക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ രീതിയിലാണ് വരുന്നത്. പിന്നെ ഇതൊരു ഓർത്തോനോർമൽ സബ്സെറ്റ് ആയതുകൊണ്ട് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് എക്സ് എന്ന് പറയുന്നതും ഇന്നർ പ്രൊഡക്റ്റ് വൈ വൈ എന്ന് പറയുന്നതും 1 ആയിരിക്കും. ബട്ട് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വൈയും വൈ എക്സും 0 ആയിരിക്കും. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം നമുക്ക് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 1 + 1 എന്നാണ് വരുന്നത്. 1 + 1 ഹോൾ റേസ് ടു 1/2 എന്നാണ് വരുന്നത്. അതായത് 2 റേസ് ടു 1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു √2 എന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടെയും ഇവിടെ ഓപ്ഷൻ ഡി ആണ് ആൻസർ കീക്കകത്ത് കറക്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചലഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ പറ്റുന്ന ക്വസ്റ്റ്യൻസ്, ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് ചലഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പം ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മാത്സിൻ്റെ കട്ട് ഓഫ് അത് ഇപ്പം ഈ പറയുന്ന 48, അതായത് ജനറൽ കാറ്റഗറിക്ക് 48% അല്ലെങ്കിൽ 48 മാർക്ക് എന്നുള്ളത് ചിലപ്പോൾ കുറച്ച് കുറയാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ടോട്ടൽ കട്ട് ഓഫ് വരുമ്പോഴും അതിനെയും അത് ബാധിക്കുന്നതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ചലഞ്ച് ചെയ്യാനുള്ളതെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ ആ ഫോം ഡൗൺലോഡ് ചെയ്ത് ചലഞ്ച് ചെയ്യുക. അതുപോലെ ഈ ഫെർമാറ്റ് തിയറം ആണെങ്കിൽ നമുക്ക് ഓപ്ഷൻ സി എഴുതിയവർക്കും ഓപ്ഷൻ ഡി എഴുതിയവർക്കും മാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ അത് 2 ഓപ്ഷൻ എഴുതിയവർക്കും ബോത്ത് സി ആൻഡ് ഡി ഈസ് റൈറ്റ് ആൻസർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ റെക്ടിഫൈഡ് ആൻസർ കീ വരും. അപ്പോൾ 2 എഴുതിയവർക്കും മാർക്ക് കിട്ടാൻ ഉള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ പറയുന്ന ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് ചലഞ്ച് ചെയ്യുക. ഓക്കെ, താങ്ക് യു.